نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ വിശ്വാസിനികൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടി നിലകൊള്ളണമേ എന്ന് സുന്നത്തുടർന്ന പോലെ ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച വിശുദ്ധമാക്കിയ നാളുകളിലൂടെയാണ് നാം പോകുന്നത്. ലോകത്തിന്റെ നാനാമുഖമൂലകളിലുമുള്ള വിശ്വാസികൾ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാൻ വിശ്വാസത്തിന്റെ സമർപ്പണത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹുവിന്റെ വിശുദ്ധ ഗേഹത്തിലേക്ക് കഅബാലയത്തിലേക്ക് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം ഹജ്ജിന് പോകുന്ന മുഴുവൻ ഹജ്ജുമാർക്കും അള്ളാഹു മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കഠിനമായ ചൂടും തിരക്കും പ്രയാസങ്ങളിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഏതുമില്ലാതെ സമാധാനമായി ആരോഗ്യമായി ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തിന്റെ പൂർത്തീകരണമായിട്ട് പറഞ്ഞ 5 കാര്യങ്ങളിൽ അഞ്ചാമതായും നാലാമതായും ഒക്കെ ഹദീസുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതായി കാണാൻ കഴിയും. ഹജ്ജ് ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, 5 കാര്യങ്ങളിലാണ് ഇസ്ലാമിനെ അല്ലാഹു സ്ഥാപിച്ചിട്ടുള്ളത്, പടുത്തുയർത്തിയിട്ടുള്ളത്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് സാക്ഷ്യം വഹിക്കലാണെന്ന്. വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നും. വഇഖാമിസ് സ്വലാത്ത്, നമസ്കാരം നിലനിർത്തലും. വഇതാഇസ് സകാത്ത്, സകാത്ത് കൊടുക്കലും. വൽ ഹജ്ജ്, റമദാൻ വിശുദ്ധ ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജ് നിർവഹിക്കലും.
വസൗമി റമളാൻ, റമളാൻ മാസം നോമ്പെടുക്കലുമാണ്. ഈ ഹദീസിന്റെ മറ്റൊരു രൂപത്തിലും നമ്മൾ ചെറുപ്പം മുതലേ മദ്രസയിൽ കേട്ടിട്ടുണ്ട്. വസൗമു റമളാന വത്ഹജ്ജുൽ ബൈത മൻ ഇസ്തതാഅ ഇലൈഹി സബീല. എല്ലാവർക്കും മദ്രസയിലെ കാണാതെ പഠിക്കുന്ന ഒരു ഹദീസാണ്. റമളാൻ 4-മതായും ഹജ്ജിന് 5-മതായും എണ്ണിയതായിട്ടുണ്ട്. ഏതായിരുന്നാലും ഇസ്ലാം കാര്യങ്ങളിൽ നമുക്ക് നിർബന്ധമായും നിർവഹിക്കേണ്ട കാര്യമാണ് ഹജ്ജ്. ആ ഹജ്ജിന് അള്ളാഹു പ്രത്യേകമായ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അഥവാ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സാധ്യമാകുന്ന ആളുകൾ ഹജ്ജ് ചെയ്താൽ മതി. കാരണം ഹജ്ജ് ചെയ്യേണ്ടത് കഅബയിലാണ്. അത് അവിടെ എത്തിപ്പെടാൻ പൈസ വേണം, ആരോഗ്യം വേണം. അത് രണ്ടുമുള്ളവർ അത് ചെയ്യാൻ നിർബന്ധമാണ്. അത് ചെയ്യാത്ത ഇസ്ലാമിൽ സലഫുകളൊക്കെ വളരെ മോശമായിട്ടാണ് ഹജ്ജ് ചെയ്യാത്ത ആളുകളെ കണ്ടിരുന്നത്. മാത്രമല്ല, ഹജ്ജ് എന്നത് വിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള കടമയായിട്ടാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. വലില്ലാഹി അലന്നാസ്, ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ മേൽ കടമയുള്ളതാണ്. ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, വിശുദ്ധ കഅബയിൽ ഹജ്ജ് ചെയ്യുക അവർക്ക് ആരോഗ്യവും സമ്പത്തും അവർക്ക് യാത്രാ സൗകര്യവും ഉണ്ട് എങ്കിൽ. വമൻ കഫറ, അതാര് നിഷേധിക്കുന്നുവോ അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അല്ലാഹു ലോകത്തിലെ മനുഷ്യരെക്കാളും കൂടുതൽ അല്ലാഹു ഗനിയാണ്, അല്ലാഹു ഐശ്വര്യവാനാണ്. അതുകൊണ്ട് ഹജ്ജ് ആരും ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിന് നഷ്ടമാകാൻ പോണില്ല. മറിച്ച് ഹജ്ജ് ചെയ്യാതിരുന്ന നഷ്ടം മനുഷ്യർക്ക് തന്നെയാണ്. അവരുടെ ഇസ്ലാം പൂർത്തിയാകുന്നില്ല എന്നുള്ളതാണ്. ചില ആളുകള് ഹജ്ജിന് വലിയ പ്രാധാന്യം കൊടുക്കണില്ല. ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്തും ആരോഗ്യമൊക്കെ ഉണ്ടായാലും പിന്നെ അതിങ്ങനെ വെച്ച് നീട്ടി ചിലപ്പോ ഒന്നുകിൽ പെട്ടെന്ന് വല്ല അസുഖം പിടിപെട്ടിട്ട് ചെയ്യാൻ കഴിയാതെ മരിക്കുന്നു. അല്ലെങ്കിൽ പെട്ടെന്ന് വല്ല ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നിട്ട് ഹജ്ജിന് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. 2 ലക്ഷം 3 ലക്ഷം ഉണ്ടായ സമയത്ത് പൈസ ആരോഗ്യമുണ്ട് ഹജ്ജ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഇപ്പൊ വിരല് കടിച്ചിരിക്കുക. 5 ലക്ഷം 6 ലക്ഷം ഒക്കെ വേണം. ഇപ്പൊ ഹജ്ജിന് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ചാർജ് കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പരീക്ഷണവും വരും. അതുകൊണ്ട് സാധ്യമായാൽ ഉടനെ അത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇസ്ലാം പൂർത്തിയാവും. ഒരാള് ഹജ്ജിന് കഴിവുണ്ടായിട്ട് സാഹചര്യം ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതെ മരിച്ചാൽ അയാളുടെ ഇസ്ലാം പൂർത്തിയായിട്ടില്ല, ശരിയായ മുസ്ലിമായിട്ടല്ല അയാൾ മരിക്കുന്നത്. പിന്നീട് അയാളുടെ മക്കളോ അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കളോ ആ ഹജ്ജ് അയാൾക്ക് വേണ്ടി നിർവഹിച്ചിട്ടില്ല എങ്കിൽ പരലോകത്ത് തീർച്ചയായും അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് അത് കാരണമാകും. അത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതുണ്ട്. നോക്കുക, മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയ്യുഹന്നാസ് ഖദ് ഫറദല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു, ജനങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ മേൽ അല്ലാഹു ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യുവീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശവും നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ലഖദ് ഹമംതു അൻ അബ്അസ റിജാലൻ ഇലാ ഹാദിഹിൽ അൻസാർ, നാടുകളിലേക്ക്, ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളിലേക്ക് ചില ഭടന്മാരെ, പട്ടാളക്കാരെ നിയോഗിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്തിനാണ്? ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്തും ആരോഗ്യവും സാഹചര്യം ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് മുസ്ലിമല്ലാത്ത ആളുകൾക്ക് ഏർപ്പെടുത്തുന്ന ഒരു നികുതിയുണ്ട്. ഇസ്ലാമിക രാജ്യത്തിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ഉള്ളൊരു ടാക്സ് ഉണ്ട്. മുസ്ലിങ്ങൾ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് സമ്പത്തിന്റെ 2.5%. അതാണ് കൂടുതൽ. ടാക്സ് എന്ന് വളരെ ചെറിയൊരു പൈസയാണ്. മാത്രമല്ല, മുസ്ലിം രാജ്യത്തിൽ മുസ്ലിം അല്ലാത്ത ആളുകൾ യുദ്ധത്തിന് പോകൽ നിർബന്ധമില്ല. അവർ യുദ്ധത്തിന് പോകണ്ട. പക്ഷെ മുസ്ലിങ്ങൾ നിർബന്ധമായി യുദ്ധത്തിന് പോകണം. മുസ്ലിങ്ങൾ സക്കാത്ത് കൊടുക്കുകയും വേണം. പക്ഷെ അതൊന്നും ചെയ്യണ്ട. ആർക്ക്? മുസ്ലിം അല്ലാത്തവർക്ക് ഹെക്ക ഡിസ്കൗണ്ട് ആണ്. അവർക്ക് അവരുടെ മതം ജീവിക്കാം. ഒരു ടാക്സ് കൊടുത്താൽ മതി. ടാക്സ് എല്ലാ രാജ്യത്തും ഉണ്ടല്ലോ, ടാക്സ് കൊടുത്താൽ മതി. പക്ഷെ അതേപോലെ
കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്തവരെ ആ വകുപ്പിൽ പെടുത്തിയിട്ട് ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. മുസ്ലിം അല്ലാത്തവരുടെ കാറ്റഗറിയിലേക്ക് അവരെ മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് മാഹും ബി മുസ്ലിമീൻ, അവർ മുസ്ലിമല്ല, മാഹും ബി മുസ്ലിമീൻ, അവർ മുസ്ലിമല്ല എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണയിട്ടുകൊണ്ട് പറയുകയാണ്. അപ്പൊ ആരെങ്കിലും ഹജ്ജ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പൈസയും ആരോഗ്യമൊക്കെ ഉണ്ടായിട്ട് മടി പിടിച്ചിട്ടോ മറ്റെന്തെങ്കിലും കാരണം ചെയ്യാത്തുണ്ടെങ്കിൽ പേടിച്ചോ മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റൂല. മുസ്ലിമായി മരിക്കണമെങ്കിൽ ഹജ്ജ് ചെയ്യണം, നിർബന്ധമാണ്. അത് ഇസ്ലാമിലെ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വിശ്വാസികളുടെയും പ്രാർത്ഥനയാണ് ഹജ്ജിന് അവസരം ലഭിക്കണം, റബ്ബേ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ തൗഫീക്ക് നൽകണേ എന്ന് എല്ലാ മുസ്ലിങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ്. അവസരം ലഭിച്ചവർക്ക് ശരിയായ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അവസരം ലഭിക്കാത്ത ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ സാഹചര്യത്തിൽ അള്ളാഹു ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹജ്ജിന് പോകുന്നവരോടും ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാത്തിരിക്കുന്ന അവസരം ലഭിക്കാത്ത ആളുകളോട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നോക്കൂ, ഒന്നാമതായി ഹജ്ജിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ ഹജ്ജിന്റെ മഹത്വം ആദ്യം അറിയണം. എന്താണ് ഹജ്ജ്, എന്തിനാണ് ഹജ്ജ്, അല്ലെ? എന്തിനാ ഹജ്ജ്? ഹജ്ജിന്റെ പല കാര്യങ്ങളും നമ്മുടെ ലോജിക്ക് കൊണ്ട് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും മനസ്സിലാക്കാത്ത, മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക. അള്ളാഹു നമ്മളും നമ്മളുടെ ബന്ധം അടിമ ഉടമ ബന്ധമാണ്. എന്താ അടിമ എന്ന് പറഞ്ഞാൽ? ഉടമ പറഞ്ഞാൽ എന്തിനാണ് എന്താണെന്ന് ചോദിക്കാതെ അനുസരിക്കണം. അതാണ് അടിമയുടെ കടമ. അള്ളാഹു നമ്മുടെ യജമാനൻ, നാം അവന്റെ അടിമയുമാണെന്ന് ആദ്യം നമ്മൾ അംഗീകരിക്കണം. അള്ളാഹു പറയുന്ന എന്ത് കാര്യവും അതിന് ലോജിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവനാണ് മുഅ്മിൻ, അവനാണ് മുസ്ലിം, അതിന് എന്താ അതങ്ങനെ എന്ന് ചോദിക്കാൻ പാടില്ല. അള്ളാഹു പറഞ്ഞാൽ ആ ഒരു ബോധം അത് ഹജ്ജിൽ ഉടനീളം ഉണ്ടാവേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ശൈത്താനെ കൊണ്ട് വസ്വാസാക്കും, ഇതിപ്പോ എന്തിനാ ചെയ്യണത്, അതിന് അങ്ങോട്ട് കൂടും, അത് അവിടെ ചെയ്യും, ഇങ്ങനെ വസ്വാസാക്കിക്കൊണ്ടിരിക്കും. രണ്ടാമതായി ഓരോ ഇബാദത്തിലും അള്ളാഹു ഓരോ ചൈതന്യം വെച്ചിട്ടുണ്ട്. ഹജ്ജിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാകുന്ന സംഗതിയാണ് നിയ്യത്ത്. എന്ന് വെച്ചാൽ ഞാൻ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജ, ഉംറയെ കൊണ്ടുണ്ടെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ വ ഹജ്ജ, ഞാൻ അള്ളാഹുവേ നിന്റെ ഉംറക്കും ഹജ്ജിനും ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു. അപ്പൊ നിയ്യത്ത് എന്താണ്? എന്റെ റബ്ബ് എന്നോട് ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു, ഇത് ചെയ്താലേ എന്റെ ഈമാനും ഇസ്ലാമും പൂർത്തിയാവുകയുള്ളൂ, അള്ളാഹുവിന് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യുന്നു. ഈ നിയ്യത്ത് ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാവണം. ആ നിയ്യത്ത് മാറാൻ പാടില്ല. അവിടെ പോയിട്ട് സെൽഫി എടുത്തിട്ട് അപ്പൊ നിയ്യത്ത് മാറി, എന്താ ഞാൻ ഹജ്ജിന് വന്നത് 10 ആള് കാണട്ടെ, എന്നിട്ടൊരു പ്രൊഫൈൽ ഇടുക, എന്നിട്ട് അതിങ്ങനെ ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് ഞാൻ ഇപ്പൊ അറഫയിലാണ് കേട്ടോ, ഞാനിപ്പോ ഖൈബറിലാണ് കേട്ടോ, ഞാനിപ്പോ മിനയിലാണ് കേട്ടോ. അത് റിയാ എന്നാ പറയാ, കാപട്യം, അഥവാ അത് ജനങ്ങൾ കാണണമെന്നുള്ള ആഗ്രഹം. അപ്പൊ നിയ്യത്ത് മാറി, അത് വെറുതെ ആ പൈസ പോയി, സമയം പോയി എന്ന് മാത്രം. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഞാൻ അള്ളാഹുവിന് വേണ്ടി അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കുകയാണ്, അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുകയാണെന്ന് തുടക്കം മുതൽ അവസാനം വരെ നിയ്യത്ത് നിലനിർത്തണം. അതുകൊണ്ട് ഹജ്ജിന് നിയ്യത്ത് എന്നൊരു പേര് കൂടെ ഉലമാക്കൾ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഹജ്ജ് ചെയ്യാൻ പോകുന്നത് പടച്ച റബ്ബിന്റെ അതിഥികളായിട്ടാണ്. ആ ഹജ്ജ് പാപങ്ങളിൽ നിന്നെല്ലാം മോചനം നൽകുന്നതാണ്. മൻ ഏതൊരാളെ ഹജ്ജ് ചെയ്യുന്നുവോ അല്ലാഹുവിന് വേണ്ടി, മോശമായ വൃത്തികെട്ടതായ അശ്ലീലമുള്ള വാക്കുകൾ പറയാതെ, സംസാരിക്കുമ്പോ ഭാര്യ കൂടെ ഉണ്ടെങ്കിലും ശരി, ഭർത്താവ് കൂടെ ഉണ്ടെങ്കിലും ശരി, കൂട്ടുകാരനാണെങ്കിലും ശരി, സംസാരിക്കുമ്പോ സാധാരണ വരുന്ന ലൂസ് ടോക്കുകൾ വരാൻ പാടില്ല ഹജ്ജിന്. പ്രത്യേകിച്ച് അശ്ലീലം, ലൈംഗിക ചൊവ്വയുള്ള വർത്തമാനം വരാൻ പാടില്ല. അതാണ് യർഫസ് എന്ന് പറഞ്ഞാൽ. വലം യഫ്സുഖ്, ധിക്കാരം കലർന്ന അധാർമികതയുള്ള വൃത്തികെട്ട പ്രവർത്തനങ്ങളും വാക്കുകളാണ് യഫ്സുഖ്.
അധർമ്മി എന്നെല്ലാം പറയും. അതുണ്ടാവാൻ പാടില്ല. അങ്ങനെ അവൻ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ മാതാവ് പ്രസവിക്കുന്ന ആ ദിവസത്തിൽ അവൻ എങ്ങനെയായിരുന്നോ അതേപോലെ അവന്റെ ആത്മാവിൽ, അവന്റെ റെക്കോർഡിൽ ഒരു പാപവും ഇല്ലാത്ത നിഷ്കളങ്കനായ നിർമ്മലനായ മനുഷ്യനായി മാറും. ഹജ്ജിന്റെ കൂലിയാണ്. അപ്പൊ അത് ഹജ്ജിലൂടെ അതുണ്ടാവണം. രണ്ടാമതായി ഹജ്ജിന്റെ പ്രതിഫലം എന്താ? വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹുൽ ജസാഉ ഇല്ലൽ ജന്ന. പുണ്യകരമായ അഥവാ ഈ യഫ്സുഖുമില്ലാതെ ഭൗതികമായ ചിന്തകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ അള്ളാഹുലേക്കുള്ള സമർപ്പിതമായ മനസ്സോടുകൂടി ഹജ്ജ് ചെയ്താണ് മബ്റൂർ എന്ന് പറയും. ആ മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഇല്ല എന്ന് പറഞ്ഞ സ്വർഗം ഉറപ്പായി. ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാല് സ്വർഗം ഉറപ്പായി. ചെയ്തവരുണ്ടെങ്കിൽ അള്ളാഹു സ്വീകരിക്കട്ടെ, അല്ലെ? അപ്പോൾ അങ്ങനെ സ്വർഗമുറപ്പായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ, അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? അവിടെന്ന് പറഞ്ഞു, ഈമാനു ബില്ലാഹി വറസൂലി, അല്ലാഹുവും അവന്റെ റസൂലുമുള്ള ഈമാനാണ്, വിശ്വാസമാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം. ഖീല സുമ്മ മാദാ, പിന്നെ ഏതാണ് നബിയെ? ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആവശ്യമായാൽ ജീവനും സമ്പത്തും ബലികഴിക്കുന്ന ജിഹാദാണ്. ഖീല സുമ്മ ഹാദാ മാദാ, പിന്നെയും ചോദിച്ചു, നബിയെ പിന്നെ ഏതാണ്? ഖാല അൽ ഹജ്ജു മബ്റൂർ, പുണ്യകരമായ ഹജ്ജ്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി. മൂന്ന് കാര്യങ്ങളിൽ പറഞ്ഞത്, ഒന്ന് ഹജ്ജ, ഒന്ന് ഈമാൻ, ഈമാൻ ഇല്ലാതെ ഒരു കാര്യം സ്വീകരിക്കൂല. രണ്ട് ജിഹാദാണ്. മൂന്ന് അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉന്നതമായ പദവി ലഭിക്കുന്ന, പുണ്യം ലഭിക്കുന്നത് ഹജ്ജ് മബ്റൂറാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നരകമോചനത്തിനുള്ള അവസരമാണ്. നരകത്തിൽ നിന്ന് മോചനം കിട്ടാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഹജ്ജ്. മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യഅ്തഖില്ലാഹ ഫീഹി അബദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അറഫയിൽ നിൽക്കുന്ന ആ ദിവസമുണ്ടല്ലോ, അന്ന് നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന അത്രയും ഒരു ദിവസവും അല്ലാഹു മോചിപ്പിക്കുന്നില്ല. ഹജ്ജിന്റെ അറഫയിൽ അല്ലാഹു ഉദ്ദേശിക്കുന്ന അത്രയും ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. അപ്പോൾ നരകമോചനം ലഭിക്കും ഹജ്ജ് കുത്തനാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ അതിഥികളായിട്ട് അള്ളാഹു സ്വീകരിക്കുകയാണ് ഹജ്ജാജികളെ. അവർക്ക് പ്രത്യേകമായ പദവി അവർ നൽകുകയാണ്. അൽ ഹജ്ജാജ് വൽ ഉമ്മാർ വഫദുല്ലാഹ്, ഹാജിമാരും അതുപോലെ ഉംറ ചെയ്യുന്ന ആളുകളും ഉമ്മാറുകളും അള്ളാഹുവിന്റെ വിരുന്നുകാരാണ്, അള്ളാഹുവിന്റെ ഗസ്റ്റാണ്, അല്ലെ? സൗദി ഗവൺമെന്റ് ഗസ്റ്റായിട്ട് ലോകത്ത് ഇസ്ലാമിന് മുസ്ലിങ്ങൾക്ക് കൂടുതൽ സേവനം ചെയ്ത എന്തെങ്കിലുമൊക്കെ പ്രാധാന്യത്തോടെ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കും ഒക്കെ സൗദി ഗവൺമെന്റ് ഓരോ വർഷത്തിലും ഒരു പ്രത്യേക ക്ഷണം കൊടുത്തുകൊണ്ട് ഹജ്ജിന് കൊണ്ടുപോകാറുണ്ട്. സൗദി ഗവൺമെന്റ് അതിഥിയായി. അപ്പൊ പ്രത്യേകമായ സൗകര്യം ഉണ്ടാവും അവർക്ക് താമസിക്കാനും അതുപോലെ വരാനും പോകാനൊക്കെ ഒരു പ്രത്യേക പരിഗണന അവർക്കുണ്ടാവും. എന്നാൽ ആരും അറിയാത്ത കഷ്ടിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഹജ്ജിന് പോയ ഒരു സാധാരണ മനുഷ്യനാണെങ്കിലും ശരി, അവൻ അള്ളാഹുവിന്റെ അതിഥിയാണ്, അള്ളാഹുവിന്റെ വഫദാണ്, അള്ളാഹു ക്ഷണിക്കപ്പെട്ടുകൊണ്ട് പോയവരാണ്. അതുകൊണ്ട് അവനങ്ങനെ പ്രത്യേകമായ ഒരു പദവി അള്ളാഹു നൽകുകയാണ്. അവൻ അവിടെ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവന് ഉത്തരം നൽകും. അവിടെ വെച്ചുകൊണ്ട് അവന് പാപമോചനം തേടിയാൽ അള്ളാഹു മോചനം കൊടുക്കും. അപ്പോ അള്ളാഹുവിന്റെ അതിഥികളാണ് ഹാജിമാര്. ആ നിലവാരം കാണിക്കണം. നമ്മൾ പറയാറുണ്ട്, പ്രത്യേകമായി ഏതെങ്കിലും സ്ഥലത്തേക്ക് ക്ഷണിക്കപ്പെട്ട് പോയാൽ പറയും, ഇത് വളരെ അധികം നമ്മൾ കെയർഫുൾ ആകേണ്ട വലിയ ഒരു ഇതാണ് വന്നിട്ടുള്ളത്. നമ്മൾ ക്വാളിറ്റി കാണിക്കണം, അല്ലേ? നമ്മൾ വർത്താനം പറയുന്നിടത്തും ഇരിക്കുന്നിടത്തും നിൽക്കുന്നിടത്തും ഭക്ഷണം കഴിക്കുന്നിടത്തും പെരുമാറുന്ന കുറച്ച് ക്വാളിറ്റി കാണിക്കണം കേട്ടോ. നമ്മളെ നാട്ടിലെ സാധാരണ പോലെ ആവരുന്നൊക്കെ പറയാറില്ലേ? അതേപോലെ
അള്ളാന്റെ അതിഥികളായിട്ട് പോകുന്ന ഹാജിമാര് അവര് മറ്റുള്ളവരോടുള്ള സംസാരവും പെരുമാറ്റവും ഇടപെടലും ഒക്കെ വളരെ നിലവാരമുള്ള നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതെ, ചില ആളുകളെ വിവരമില്ലാത്തവർ വരും, അതുപോലെ തന്നെ ക്ഷമയില്ലാത്ത ആളുകൾ വരും, ആരോഗ്യമുള്ളവരും ഇല്ലാത്തവരും വരും, കുട്ടികളും വൃദ്ധരും സ്ത്രീകളും ഒക്കെ വരും. അവരോടൊപ്പമുള്ള പരിഗണനയിലും പെരുമാറ്റത്തിലും നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങേ അറ്റത്തെ വിട്ടുവീഴ്ചയും അങ്ങേ അറ്റത്തെ സഹനവും ക്ഷമയും ഉണ്ടാവണം. അള്ളാന്റെ വിരുന്നുകാരാണ് അവരും നമ്മളും. അതുകൊണ്ട് തന്നെ മലക്കുകൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റപ്പെടുകയാണ്. കണ്ടോ, ഭൂമിയുടെ നാനാമുഖമൂലയിൽ നിന്നും ഞാൻ ഏതോ ഒരു കാലത്ത് ഇബ്രാഹിമിനോട് നൽകി വിളംബരം സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി, എന്റെ കാരുണ്യത്തിന് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടി, കണ്ടോ, വൃദ്ധന്മാരും വൃദ്ധകളും സ്ത്രീകളും കുട്ടികളും ശക്തന്മാരും അപരരും പണ്ഡിതനും പാമരനും ഭരണാധികാരിയും എല്ലാ മനുഷ്യരും ഇതാ വന്നുകൂടിയിരിക്കുകയാണ്. അള്ളാഹു അവരെങ്ങനെ കാണിച്ചുകൊണ്ട് ഊറ്റം കൊള്ളുമ്പോ നമ്മുടെ മോശമായ പ്രവൃത്തിയുടെ മലക്കുകൾ കണ്ടാൽ, നമ്മുടെ മോശമായ രീതിയുടെ മലക്കുകൾ കണ്ടാൽ അത് പടച്ചവന് ഏറ്റവും കോപമുള്ള വിഷയമാകും. അല്ലേ? നമ്മുടെ വീട്ടിൽ വലിയ ആളുകളൊക്കെ വന്നിരിക്കുമ്പോ നമ്മുടെ മക്കള് വളരെ മോശമായി ബിഹേവ് ചെയ്താൽ നമുക്ക് എത്ര ദേഷ്യം ഉണ്ടാവും. എന്റെ മാനം കളഞ്ഞല്ലോ പടച്ചവനെ, നമ്മൾ പറയാറില്ലേ? അപ്പൊ മലക്കുകളെ വിളിച്ച് അള്ളാഹ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. കണ്ട, എന്റെ അടിമകൾ കണ്ടോ, ഒരേ നിറം, ഒരേ മനസ്സ്, ഒരേ മന്ത്രം. അവരെന്തിനാണ് അവർക്ക് ഞാൻ കൊടുത്ത എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാ പദവികളും ഒഴിവാക്കി ഇവിടെ വന്ന് ചടഞ്ഞുകൂടി എന്തിനാണെന്ന് അറിയുമോ മലക്കുകളെ എന്ന് പറഞ്ഞ്, എന്റെ പാപമോചനത്തിനാണ്, എന്റെ അടിമകളാണെന്ന് പറഞ്ഞ് പടച്ചവൻ മലക്കുകളോട് പറയുമ്പോ ആ അള്ളാന്റെ അതിഥികളാകുന്ന നിലവാരം ഹജ്ജിന് പോകുന്ന ആളുകൾ കാണിക്കണം. അതാണ് അള്ളാഹ് പറഞ്ഞത് അള്ളാഹുവിന്റെ വിരുന്നുകാരാണ് എന്ന്. അവിടെ ചെന്നുകൊണ്ട് നമ്മുടെ കോപവും ഈർഷ്യയും നമ്മുടെ മറ്റുള്ള തിന്മകളൊന്നും അവിടെ പ്രകടമാക്കാൻ പാടില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹാജിമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹജ്ജിന് പോകുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഇഖ്ലാസ് ഉണ്ടാകും. ഇഖ്ലാസ് പറഞ്ഞാൽ ആത്മാർത്ഥത. ആത്മാർത്ഥതയിൽ ഒന്നാമത്തത് തൗഹീദാണ്. തൗഹീദ് കളഞ്ഞുകൊണ്ട് ഹജ്ജ് എടുത്ത ഒരു കാര്യമില്ല. ചില ആളുകൾ കഅബയിൽ പോയി തവാഫ് ചെയ്തിട്ട് പ്രാർത്ഥിക്കണം. എന്തറിയോ? പടച്ചോനെ എവിടുന്ന് പോയി ഒരു പ്രയാസമില്ലാതെ അജ്മീറിൽ പോകാൻ തൗഫീഖ്, അജ്മീർ ദർഗയിൽ പോകാൻ, അല്ലെങ്കിൽ ഒമ്പത് ദർഗയിൽ പോകാൻ തൗഫീഖ് ചെയ്യണം. എന്തിന്? ശിർക്ക് ചെയ്യാൻ, ബിദ്അത്ത് ചെയ്യാൻ. അള്ളാഹ് എന്തിനാ വിളിച്ചത്? എന്താണ് ഹജ്ജ്? എന്താണ് അറബ്? ആരാണ്? എന്താണ് കഅബ? എന്തിനുണ്ടാക്കിയതാ കഅബ? ആരാണ് മുസ്ലിം? അവന്റെ വിശ്വാസം എന്താണ്? ഇതൊന്നും മനസ്സിലാക്കാതെ ഹജ്ജിന് പോയിട്ട് അവിടെ ചെന്നുകൊണ്ടും അല്ലാഹുവല്ലാതെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അറഫയിൽ പോയിട്ടും മാലമൂലീദുകളും അതുപോലെയുള്ള ശുദ്ധൻ വരികളും ബിദ്അത്തുകളും ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ഹജ്ജിനും ചെയ്തിട്ടുണ്ട്, ഈ ഹജ്ജിനും ചെയ്യാം. അള്ളാഹുവിന് ഹിദായത്ത് കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു പാപം കൊടുക്കുന്ന പടച്ചവനോട് കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട അറഫ. ആ അറഫയിൽ പോയിക്കൊണ്ടും അള്ളാഹു അല്ലാതെ വിളിച്ചുകൊണ്ട് തങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പറയുന്ന അവസ്ഥയെത്തിയാൽ എന്ത് ഇഖ്ലാസാണ്? പിന്നെ ഹജ്ജിനെ പൊളിഞ്ഞു പോയില്ലേ? തൗഹീദില്ലാത്ത എന്താ ഹജ്ജ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് കലിമത്തു ഷഹാദ പൊളിഞ്ഞു പോയാൽ മറ്റെല്ലാം പൊളിഞ്ഞു പോയി. അതുകൊണ്ട് ഇഖ്ലാസ് ഉണ്ടാവണം. ഒന്നാമത്തെ ഇഖ്ലാസ് തൗഹീദാണ്. അതുപോലെ തന്നെ ആ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളിലും ഞാൻ റബ്ബിന്റെ വിളിക്കുത്തരം നൽകി സ്വർഗം ലഭിക്കാൻ വന്നവനാണ്, പാപം പൊറുപ്പിക്കാൻ വേണ്ടി വന്നവനാണ്. ഇവിടെ സുഖ സൗകര്യങ്ങൾക്ക് പ്രാധാന്യമില്ല, ശരീരത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് ഒരു പ്രാധാന്യമില്ല, എന്റെ ഇഷ്ടങ്ങൾക്കും സുഖങ്ങൾക്കും പ്രാധാന്യമില്ല. ആരെങ്കിലും എന്നെ ഒന്ന് ചവിട്ടിയാൽ, ആരെങ്കിലും ഒന്നെന്നെ തിരക്കി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എനിക്ക് കിട്ടാതെ വന്നാൽ അതൊന്നും എന്നെ ബാധിക്കുന്ന, എന്റെ ഹജ്ജിനെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ നോമ്പെടുത്ത് ശീലിച്ചവനാണ്. അതുകൊണ്ട് ഭക്ഷണം അല്പം കുറഞ്ഞു പോയാൽ, കിട്ടിയ ഭക്ഷണം എനിക്ക് പറ്റാത്തതായാൽ അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഈ ചൂട്, നരകത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വന്ന എനിക്ക് ഈ സൂര്യന്റെ ചൂട് പ്രശ്നമല്ല. ഇങ്ങനെ ഇഖ്ലാസ്,
അള്ളാഹുവിന്റെ പ്രീതിക്കാൻ വേണ്ടി വന്നത് എന്നുള്ള ആത്മാർത്ഥമായ ഇഖ്ലാസ് ഉണ്ടാവുന്ന കാര്യങ്ങൾ മടിപിടിച്ച് അലസമായി ഉള്ള അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അവിടെ ചെന്നിട്ടും നമസ്കരിക്കാൻ പോകാതെ കിടന്നുറങ്ങുന്ന അവസ്ഥ, അല്ലെങ്കിൽ അറഫിൽ പോയി സുഖമായി കൂർക്കം വെച്ചുറങ്ങുക, വിനയിൽ പോയി സുഖമായിട്ട് കൂർക്കം വെച്ചുറങ്ങുക. ഉറങ്ങാനല്ല പോണ് നമ്മള്. ഉറക്കം അള്ളാഹ് അനുവദിച്ചതാണ്, പക്ഷേ അത് പേരിന് മാത്രം. വീട് പോകാതിരിക്കാൻ വേണ്ടി 2-3 മണിക്കൂർ ഉറക്കം സ്വീകരിക്കാൻ പാടുള്ളൂ. ഇവിടത്തെ പോലെ നമുക്ക് 6-7 മണിക്കൂർ ഉറങ്ങണം, നന്നായിട്ട് തിന്നണം, അതുപോലെ നല്ല സീറ്റ് കിട്ടണം, ഉറങ്ങാൻ നല്ല ബെഡ് വേണം, എന്നോട് എല്ലാവരും മാന്യമായിട്ട് പെരുമാറണം. ഇതൊന്നും ചിന്തിച്ചു പിന്നെ ഹജ്ജ് പൂർത്തിയാക്കാൻ പറ്റില്ല. ഹജ്ജിന്റെ പുണ്യം അവർക്ക് കിട്ടൂല. ത്യാഗത്തിന്റെ സന്നദ്ധമാകണം. ഇസ്ലാമിൽ സന്യാസമില്ല. ഇസ്ലാമിലുള്ള ഒരേ ഒരു സന്യാസമാണ് ഹജ്ജ്. ആ ഹജ്ജിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ അവൻ സന്യാസിയാണ്. അവൻ ഭൗതിക ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭൗതിക സുഖാഡംബരങ്ങളോടും താല്പര്യങ്ങളോടും അവന്റെ മനസ്സ് മാറ്റിവെച്ച് റബ്ബേ റബ്ബ് അല്ലാഹുവിന്റെ തൃപ്തി എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പോകേണ്ടത്. അവിടെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അവിടെ മാറ്റിവെക്കാനുള്ള ത്യജിക്കാനുള്ള മനസ്സുണ്ട് എങ്കിൽ ഇഖ്ലാസ് ഉണ്ടാവും. രണ്ടാമതായി ഇത്തിബാ ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച മാർഗത്തിലൂടെയാണ് ഹജ്ജ് ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മാർഗത്തിൽ നിന്ന് പൈസ ലാഭിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ ഉള്ള കർമ്മങ്ങൾ നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് ആയിഷപ്പള്ളിയിൽ ഇങ്ങനെ പോവുക വരിക, ഉംറയ്യ പോവുക, ഉംറയ്യ. എന്റെ വാപ്പാക്കും ഉമ്മാക്കും എളാപ്പാക്കും മൂത്താപ്പാക്കും അമ്മായിക്കും പെങ്ങൾക്കും ഒക്കെ ഞാൻ ഉംറ ചെയ്തു. എവിടെ ചെയ്യാൻ പറ്റുക? എങ്ങനെ ചെയ്യാൻ പറ്റുക? പോയാലൊരു ഉംറ ഉണ്ട്. പിന്നെ ഉംറ ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകണം. ഉംറ ചെയ്യാൻ വേണ്ടി പുറത്തു പോകരുത്. ഒന്നുകിൽ മദീന കാണാൻ പോകല് സുന്നത്താ, അതിനു വേണ്ടി പോയാൽ തിരിച്ചു വരുമ്പോ ഒരു ഉംറ ചെയ്യാം. അല്ലെങ്കിൽ ഹജ്ജിന് നേരത്തെ പോയി കുറെ സമയമുണ്ട്, അപ്പൊ കുടുംബക്കാരെ മറ്റാരെങ്കിലും സന്ദർശിക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നു, അപ്പോഴും ഉംറ ചെയ്യാം. അല്ലാതെ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തു പോകാൻ ഉദാഹരണം പറഞ്ഞാല് ഒരാൾ ഒന്നെടുത്തു, ഈ പള്ളി കടന്നു 2 റക്അത്ത് നിസ്കരിച്ചു, വീണ്ടും പുറത്തേക്ക് പോവുക, എന്നിട്ട് വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുക, പിന്നെ പുറത്തു പോവാം, പിന്നെ 2 ഇങ്ങനെ നിസ്കാരം ഇല്ല. കഅബയിലുള്ള നിസ്കാരത്തിന്റെ പകരമാണ് തവാഫ്. ഉംറ എന്ന് പറയുന്നത് അത് കാര്യകാരണത്തിന്റെ പുറത്തു പോയാൽ തിരിച്ചു വരുമ്പോ മീഖാത്ത് കടന്നതെന്ന് ഉംറ അനുവാദം കൊണ്ടെന്നല്ലാതെ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് 500 റുപ്യ കൊടുത്തിട്ട് ഇങ്ങനെ ആയിഷപ്പള്ളി പോകാൻ വരിക ഉംറ ചെയ്യാൻ രീതി ഇല്ല. അത് അടുത്ത കാലത്ത് കാശുണ്ടാക്കാൻ വേണ്ടി ടൂർ ഗൈഡുകൾ ഉണ്ടാക്കിയ പരിപാടിയാണ്. കാരണം ഓരോ പോക്കിനും അവർക്കതിന് കമ്മീഷനുണ്ട്, പൈസ ഉണ്ടാക്കാൻ വെച്ച പണിയാണ്. അതേപോലെ തന്നെ ചില ഹജ്ജിന് കൊണ്ടുപോകുന്ന ഗ്രൂപ്പുകാർ ബലിയൊന്നും ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില തരികടകൾ കാണിക്കാറുണ്ട്. നമ്മൾ എന്തിനാ പോണത്? ബലിന്റെ പൈസ ലാഭിക്കാനാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് 5 ലക്ഷം ലാഭം കിട്ടിയില്ല, പിന്നെ ബലിനോട് ആവശ്യമില്ല. അതുകൊണ്ട് ബലി കൊടുക്കലാണ് ഉത്തമം. നമ്മൾ അറിയാതെ വന്ന നമ്മുടെ ഹജ്ജിലെ കുറവുകൾ നികത്താനുള്ള കഫാറത്താണ് ബലി. അവിടെ പിശുക്ക് കാണിച്ച് ആരുടെയും വാക്ക് കിട്ടാൻ ബലി കൊടുക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്ത് പോകണം. അതുപോലെ ഉണ്ടാവേണ്ട സംഗതിയാണ് ഞാൻ എങ്ങനെയാണ് ഹജ്ജ് ചെയ്ത് അത് നിങ്ങൾ കണ്ടുപിടിച്ചോ എന്ന് അല്ലാഹു റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസുകൾ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലാണ് ഹജ്ജ് ചെയ്യേണ്ടത്. മൂന്നാമതായി ക്ഷമയുണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ഷമയുണ്ടാവണം. എല്ലാ സന്ദർഭത്തിലും ക്ഷമയോടുകൂടിയേ ഹജ്ജ് ചെയ്യാൻ കഴിയൂ. നിങ്ങളവിടെ അശ്ലീലമായ വാക്കുകളോ പാപമായ പ്രവൃത്തികളോ അല്ലെങ്കിൽ തർക്കങ്ങളോ ഉണ്ടാകാൻ പാടില്ല. ആളുകൾ തർക്കിക്കുക, അതങ്ങനെയാണ്. ഇത് വെറുതെ തർക്കിക്കുന്ന ആൾക്കാർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഇതിവിടെ ഉണ്ടായത് നീ കാണാണ്ട് അവിടെ ഉണ്ടായത് ഇല്ലാന്നുണ്ടായത്. ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ അവിടെ പോയിട്ട് ഇങ്ങനെ തർക്കിക്കുക. തർക്കം ഉണ്ടാവാൻ ചെറുതാണെങ്കിൽ വലുതാണ് തർക്കം ഉണ്ടാകാൻ പാടില്ല. തർക്കിക്കാൻ പാടില്ല. 5 പോയി കഴിഞ്ഞാൽ അങ്ങ് വിട്ടുകളയാം, മൗനം പാലിക്കുക. അങ്ങനെ ആണ് ഹജ്ജ് ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ ബിദ്അത്തുകളെ സൂക്ഷിക്കണം. ഹജ്ജിന് പോകുമ്പോഴും ഹജ്ജിനുമൊക്കെ ബിദ്അത്തുകളെ സൂക്ഷിക്കണം. ചില ആളുകൾ ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജ് കല്യാണം കഴിക്കും. എന്താ ഹജ്ജ് കല്യാണം പോലെ ആൾക്കാരെ ഒക്കെ ചില കത്തടിച്ചിട്ടൊക്കെ വിളിക്കൂ, ചിലർക്ക് നടന്ന് വിളിക്കും. ഞാൻ ഹജ്ജിന് പോകണം എല്ലാവരും പറഞ്ഞിട്ടോ, എന്നിട്ട് വന്ന് നല്ല ബിരിയാണിക്ക് വെച്ചു ഭയങ്കര ഇതാക്കിയിട്ട്
അള്ളാഹുവിന്റെ റസൂലുള്ള സ്വഹാബത്തോ അള്ളാഹു റസൂൽ ആകെ ഒരു ഹജ്ജേ ചെയ്തിട്ടുള്ളൂ. സ്വഹാബത്ത് നിരവധി ഹജ്ജുകൾ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും സ്വഹാബികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഹജ്ജിന് പോകണം, എല്ലാവരും ബിരിയാണി കൊടുത്തുള്ളൂ. ബിരിയാണി വേറെ കൊടുത്തോ? അങ്ങനെ ഹജ്ജിന് മുമ്പ് ആ പേര് പറഞ്ഞു കൊടുക്കണത്. അപ്പൊ ഇല്ലാത്തതുണ്ടാക്കുക. അപ്പൊ എന്താ ഈ ചെലവും ഹജ്ജിന് പോകണമെങ്കിൽ കൂടി. അപ്പൊ ഹജ്ജിന് പോകണം ചിന്തിക്കാൻ, ഹജ്ജിന് പോകണമെങ്കിൽ ട്രാവൽസിന് എത്ര കൊടുക്കണം, ഉസ്താദിന് എത്ര കൊടുക്കണം, ബിരിയാണിക്ക് എത്ര ചെലവാകും. അപ്പൊ പടച്ചോനെ പോകാനും വരാനുള്ള ചെലവിന് 1 ലക്ഷം രൂപ പോലും. എന്തിനാ ഈ അനാവശ്യമായ കാര്യം വിവാദത്തിൽ കൂടെ കിട്ടുന്നത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു രീതിയില്ല. കാണുന്നവരോട് എപ്പോഴും ഒരാൾ ഒരു തിന്മ ചെയ്യാനുള്ള പൊരുത്തപ്പെടിക്കുന്നത് എപ്പോഴും വേണം. പ്രത്യേകിച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഹജ്ജിന് പോകുന്ന സമയത്ത് കണ്ട ആളോട് യാത്ര പറയാം. ഉമറക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി യാത്ര പറഞ്ഞു, നബി ഞാൻ ഉമറക്ക് പോകണട്ടോ, എനിക്കൊണ്ട് പ്രാർത്ഥിക്കണം, നന്നായി തിരിച്ചു വരണം. അവർ റസൂലുള്ളാഹി നീയും അവിടെ പോയിട്ട് എനിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ഇതാണ് യാത്ര പറച്ചില്. അതല്ലാതെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടാൽ അസ്സലാമു അലൈക്കും പൊരുത്തപ്പെടണട്ടാ, എന്ത് പൊരുത്തപ്പെടുന്നു, ദുആ ചെയ്യണട്ട. അങ്ങനെ പൊരുത്തപ്പെടിക്കലില്ല. നിങ്ങൾ എന്തെങ്കിലും അവരുമായി ജീവിത ഇടപാട് നടന്നെങ്കിൽ മാത്രം പൊരുത്തപ്പെടിച്ചാൽ മതി. അല്ലെങ്കിൽ പൊരുത്തപ്പെടിക്കേണ്ട ആവശ്യമില്ല, അല്ലെ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ രീതിയില്ല. അതേപോലെ തന്നെ യാത്രക്ക് മുമ്പ് ദർഗകൾ സന്ദർശിക്കുന്ന സ്വഭാവം ബിദ്അത്ത്. ദർഗകളൊക്കെ പോയിട്ട് അവരുടെയൊക്കെ പൊരുത്തൊക്കെ വാങ്ങിയിട്ട് പ്രൊട്ടക്ഷൻ വാങ്ങിയിട്ട് ഹജ്ജിന് പോണ്. ഹജ്ജിന് പോണതിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് വഫ്ദുല്ലാഹ്, അള്ളാന്റെ വിരുന്നുകാർ. അള്ളാഹ് ക്ഷണിച്ചിട്ട് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുപോവുക. അപ്പൊ അള്ളാഹ് കൊണ്ടുപോകണമെങ്കിൽ പിന്നെ ആരെ ഇടങ്ങറുണ്ടാക്കാൻ വരിക? വീട്ടിൽ നിന്ന് ഹജ്ജിന് നിയ്യത്ത് ചെയ്തിട്ട് ഇറങ്ങി മരിച്ചാൽ ഹാജിയായിട്ട് ആണ് മരിക്കുന്നത്. ആ നിയ്യത്തുകൊണ്ട് സ്വർഗം ഉറപ്പാ. പിന്നെ ഇപ്പൊ എന്താ പേടിക്കാനുള്ളത്? അപ്പൊ അള്ളാഹുവിന്റെ കഅബയിലേക്ക് പോകാനും പ്രൊട്ടക്ഷൻ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടുപോകുന്ന ആ ശിർക്കും ബിദ്അത്ത് ചെയ്താൽ ആ യാത്ര അത് ശിർക്കായി പോയി. അത് അള്ളാഹു സ്വീകരിക്കൂല എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഹജ്ജിന് പോണതിന് മുമ്പ് പ്രത്യേകമായ ഒരു ആയത്ത് ചുമരിൽ എഴുതുക. ഇപ്പൊ പുതിയ പരിപാടിയാണ്. ഒരു ആയത്ത് എഴുതിയൊക്കെ ചുമരിൽ. സൂറത്തുൽ ഖസസില് ഒരു ആയത്ത് എഴുതുന്നവർ. അപ്പൊ എന്തായി? ഒരു കുഴപ്പമില്ലാതെ തിരിച്ച് വീട്ടിലേക്ക് എത്തും. എന്താ? കഴിഞ്ഞ ദിവസം ഖബർസ്ഥാനില് ഒരു മയ്യത്ത് മറമാടാൻ പോയപ്പോണ്ട് ഉസ്താദ് എന്നിട്ട് ഇങ്ങനെ മുൽക്കൂതൽ സൂറത്ത് മുൽക്ക്. ഇതുവരെ യാസീനും ഫാത്തിഹയൊക്കെയായിരുന്നു. ഇപ്പൊ സൂറത്തുൽ മുൽക്ക്. ഞാൻ എന്താ പറ്റും, പക്ഷെ ഇതിപ്പോ എന്താ സൂറത്തുൽ മുൽക്ക് പുതിയൊരു പ്രൊഡക്റ്റ്. സൂറത്തുൽ മുൽക്ക് ദിവസവും ഓതുന്ന ആൾക്കാർ അയാളെ നാളെ അന്ത്യദിനത്തിൽ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഒന്നുകൊണ്ട് അയാളോട് സലാം പറഞ്ഞ് അയാളെ വലത് കൈയിൽ പിടിച്ച് അള്ളാഹുവിന്റെ സദത്തിൽ കൊണ്ടുപോയി അയാൾക്ക് സ്വർഗം കിട്ടുന്നത് വരെ അയാൾക്ക് വേണ്ടി റബ്ബിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ആർക്ക്? ദിവസവും സുഹൃത്ത് നിൽക്കുന്നു ആൾക്ക്. അല്ലാതെ മരിച്ചതിന് ശേഷം ഉസ്താദ് ഓതി കൊടുക്കുന്ന ആൾക്കല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ഉസ്താദ് ഇതിപ്പോ എന്താ പരിപാടി? ഞാൻ എന്തായാലും കേട്ടിട്ടില്ല സംഭവം. എന്താ? അല്ല, സൂറത്തുൽ മുൽക്ക് ഓതിയാലേ ഖബറിന് തുണ ഉണ്ടാവും, ഖബർ നെണിക്കുമ്പോൾ തുണ ഉണ്ടാവും. ആർക്കാ ഉസ്താദെ അത്? ഓതിയ ആൾക്ക്. അപ്പൊ നിങ്ങൾക്കല്ലേ ഉണ്ടാവുള്ളൂ, അയാൾക്ക് ഉണ്ടാവും. അയാളെ ഓതണ്ടേ? ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാൾ ഓതണ്ടേ? ഇങ്ങനെ പുതിയത് ഇങ്ങനെ ഉണ്ടാക്കുക. ഇതേപോലെ ഹജ്ജിന് പോകുന്ന സമയത്ത് ചുമരിന്റെ സൂറത്തുൽ ഖസസിന്റെ ആയത്ത് എഴുതി വെക്കുക. തിരിച്ചു വരും, ഒരു കുഴപ്പമില്ല, തിരിച്ചു വരും. ഇത് എവിടെ കിട്ടി? ധാരാ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം ബിദ്അത്തുകള് അതുപോലെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുക, കൂട്ട ബാങ്ക് കൊടുക്കുക. എല്ലാവരും ഇതിന് ബാങ്ക് കൊടുത്തിട്ട് ഇറങ്ങുക. അതുപോലെ ഹജ്ജിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതുകാലം വെക്കുക, ഇടത്തേക്കാലം വെക്കുക. അത് എവിടെ കിട്ടി? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വലതുകാലം വെക്കണ്ടേ, ഇടത്തേക്കാലല്ല. തിരിച്ച് കഅബയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത്തേക്കാലം വെക്കണം. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഇടത്തേക്കാലം വെക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വലതുകാലം വെക്കേണ്ടത്, ഇടതുകാലല്ല. കാരണം ആ കാല് വെക്കുന്നത് എവിടേക്കാ? കഅബയിലേക്കുള്ള യാത്രക്കാണ്. അപ്പൊ ഇടത്തേക്കാലം ചില കയറാം, വലത്തേക്കാലം വെക്കണ്ടേ. ഇങ്ങനെ ഒരുപാട് ബിദ്അത്തുകൾ, അനാചാരങ്ങൾ ഹജ്ജിന്റെ മുമ്പുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക സുന്നത്തനുസരിച്ച് യാത്ര ചെയ്യാനും അവിടെ ചെന്നുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ മഖ്ബൂലും മബ്റൂറുമായി ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരാനും അള്ളാഹു നമുക്കും ഹാജിമാർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി റബ്ബുനാ വയർളാ
وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കുകയും പരിപൂർണ്ണ മുത്തഖിയായി മുസ്ലിമായി കൊണ്ട് മാത്രം ഈ ലോകത്തിൽ നിന്ന് വിട കൊള്ളുകയും ചെയ്യണേ എന്ന് സ്വന്തത്തോടുന്നവരെ ആദ്യമായി വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു തുണയ്ക്കുമാറാകട്ടെ. അപ്പോൾ ഹജ്ജിന് പാലിക്കേണ്ട മര്യാദകൾ, അതുപോലെ കാര്യങ്ങൾ, ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഹജ്ജിന് പോയ ആൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ആൾക്കാർ ഹറമിൽ പോയാൽ തൂണിലൊക്കെ വെച്ചിങ്ങനെ ഓരത്തും. ഹറമിൽ പോയാലും മദീനത്ത് പോയാലൊക്കെ കുപ്പായ ഊരിയിട്ടും തട്ടെടുത്തൊക്കെ തൂണിലൊക്കെ വെച്ചിട്ട് ഓരോ ബർക്കത്തെടുക്കുകയാണ്. അങ്ങനെ ബർക്കത്തൊന്നും അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ബർക്കത്തില്ല. നിങ്ങൾ ഹജ്ജ് മഖ്ബൂൽ മബ്റൂർ ഞാൻ നിങ്ങൾ തന്നെ ബർക്കത്തുള്ളതായി മാറി. പിന്നെ ഇപ്പൊ എന്തിനാ ചോരുന്നത്? അതുകൊണ്ട് അങ്ങനെ ബർക്കത്തില്ല. അതൊക്കെ വിദഅത്തുകളാണ്. അതുപോലെ പിന്നെ ബദർ മലയിൽ പോയാൽ നിസ്കാരം, ഹിറാ മലയിൽ പോയാൽ ഒരു നിസ്കാരം, അങ്ങനെ നിസ്കാരമൊന്നുമില്ല. എവിടെ കുന്നുണ്ടാലും അവിടെ കുമ്പിടുക. ഇത് ഇസ്ലാമിന്റെ രീതിയല്ല. ബദർ മലയിലെ നിസ്കാരം, ഉഹദ് മലയിൽ വേറെ നിസ്കാരം, ഹിറാ മലയിൽ വേറെ നിസ്കാരം ഒന്നുമില്ല. നിസ്കാരം കഅബയില ഒരു റക്അത്ത് നിസ്കരിച്ച 1,00,000 കൂലിയ. എത്ര തവണയാണ് നിസ്കരിക്കുക? അതല്ലാതെ മലയിൽ മുതൽ കയറി നിസ്കാരം ഒരു തിക്കും തിരക്കല് എന്നാൽ അവിടെ ഒരു വീഴൽ ഈ രീതികളൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയിട്ട് റസൂലുള്ളാഹിയുടെ നേരിട്ട് സങ്കടങ്ങളും ആവശ്യങ്ങളും പറയുക, അതും ബിദ്അത്താണ്, അതും ഇസ്ലാമിലുള്ള കാര്യമല്ല എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി. നബിയുടെ ഖബറിനെ തവാഫ് ചെയ്യാൻ അനുവദനീയമല്ല, ചെയ്യാൻ പാടില്ല. അതുപോലെ നബിന്റെ ഖബറിന്റെ ആ ചുമരിലോ ഭിത്തിയിലോ പോയിട്ട് പുറം ചാരി ഒരങ്ക, അതിൽ വയറ് വെച്ച് ഒരങ്ക, ഇതൊന്നും ചെയ്യാനുള്ള വെറുക്കപ്പെട്ട കാര്യമാണ് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുകയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് അകലത്തിൽ നിൽക്കലാണ് പുണ്യം എന്നാണ് ഉലമാക്കള് സലഫുകൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ സുന്നത്ത് അനുസരിച്ചുകൊണ്ട്, തൗഹീദ് അനുസരിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ സ്വർഗം ലഭിക്കുന്നവർ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ധാരാളം ആളുകൾ രോഗികളായുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ആരോഗ്യമുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കുഞ്ഞുങ്ങളടക്കം വൃദ്ധരായ ആളുകൾ ഹോസ്പിറ്റലും വീടുകളിലുമായി പ്രയാസപ്പെടുന്നുണ്ട്. അള്ളാഹു അവരുടെ അഖിലുകാർക്ക് സമാധാനവും സ്ഥൈര്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ രോഗികൾക്ക് അള്ളാഹു യഥാർത്ഥ ഷിഫ മരുന്ന് നൽകി അള്ളാഹു പരിപൂർണ്ണ ഷിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشبع القنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المصير وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وعلى آله وصحبه وسلم.